ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് മക്കളൊക്കെ ഫുഡ് കഴിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഭയങ്കര വിഷമം തോന്നി. ഒരു വീഡിയോ കണ്ടുന്ന്. അപ്പോൾ വീഡിയോ കണ്ട ആൾക്കാരൊക്കെ ഇതിന് മുമ്പേ എനിക്ക് വാട്സപ്പിൽ കമൻറ്റൊക്കെ അയച്ചിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഓടുന്നുണ്ട്, ഈ കണ്ടിരുന്നോ ഒക്കെ ചോദിച്ചു ഞാൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഒന്നും കണ്ടിരുന്നില്ല. കാരണം ഓരോന്നും നമ്മൾ സബ്സ്ക്രൈബ് അല്ലാത്തതുകൊണ്ട് തന്നെ, നമ്മൾ തിരിച്ച് ഓരോന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടും നമ്മളെക്കുറിച്ച് അങ്ങനെ ഇടുന്ന വീഡിയോസൊന്നും നമ്മൾ കാണൂലല്ലോ. വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ ഓരോ ചാനലിൽ വീഡിയോ കണ്ടിട്ട് കയറി നോക്കാൻ. അപ്പോൾ പിന്നെ അതിൻ്റെ മുന്നേ തന്നെ പറയട്ടെ, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട കമൻറ്റും നല്ല നല്ല അഭിപ്രായങ്ങളും അറിയിക്കണേ. പിന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒത്തിരി വിഷമം തോന്നി. കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ മക്കളില്ലാത്ത മാതാപിതാക്കളൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടാവും. ഇല്ലാത്തവരുണ്ടെങ്കിൽ കൂടി അങ്ങനെയല്ല, മക്കളുള്ളവർക്ക് അതിൻ്റെ ഒരു വിഷമവും സന്തോഷവും വേറെ തന്നെ ആണല്ലോ. പക്ഷേ ഞാനെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ, എൻ്റെ കണ്ടൻറ്റാണ് ഞാനെടുത്തത്. ഞാൻ വേറൊരാളെ കണ്ടൻറ്റ് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നില്ല. എൻ്റെ വീട്ടിലെ സന്തോഷവും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും അതേപോലെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഓരോ സാഹചര്യങ്ങളും സിറ്റുവേഷനുകളും ഒക്കെയാണ് ഞാൻ എൻ്റെ ഒരു കണ്ടൻറ്റായിട്ട് വീഡിയോയിലിടുന്നത്. പക്ഷേ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കെതിരെയുള്ള വീഡിയോകൾ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും കാണലുമില്ല, പിന്നെ അതിനൊന്നും തല കൊടുക്കലുമില്ല, ഒന്നുമില്ല കേട്ടോ. ചിലതൊക്കെ എൻ്റെ കണ്ണ് പെട്ടാൽ ഒന്നെങ്കിൽ ഞാൻ അവർക്ക് എന്തെങ്കിലും അതിനൊരു റിപ്ലൈ ചിലപ്പോൾ കൊടുക്കും. അതായത് വേറെ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്ലൈ ഒന്നുമല്ല, അങ്ങനത്തെ ഒന്നും ഒന്നും ചെയ്യലില്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു. അതിൽ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 129 അങ്ങനെ എന്തോ സബ്സ്ക്രൈബ് ആയിട്ടോ ഉള്ളൂ. പക്ഷേ എങ്കിൽ കൂടിയും പിന്നെ ആ വീഡിയോയിൽ ഫുള്ളും വീഡിയോയിൽ പറയുന്നത് എന്നെക്കുറിച്ചാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഞാൻ വെച്ചാൽ ആർക്കും ഒരു ദ്രോഹം ചെയ്യാണ്ടാണ് ഈ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നതും അതിൽ വീഡിയോ ഇടുന്നതും. ഞാൻ ആരെക്കുറിച്ചും ഒരു മനുഷ്യൻ്റെയും പച്ചറിച്ച് തിന്നിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ല. നമ്മളെ കണ്ടൻറ്റ്, നമ്മളെ ശരികൾ, നമ്മളെ തെറ്റ് എന്താണെങ്കിലും അതാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ അവർ ചെയ്ത വീഡിയോ വെച്ചാൽ, എൻ്റെ കഴിഞ്ഞ കുറേ മുമ്പുള്ള ഞാൻ ചെയ്ത വീഡിയോ എടുത്തിട്ട് അതിന് വിപരീതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വല്ലാതെ കുത്തി നോവിക്കുന്ന വീഡിയോ ആണ് അവർ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അവരെന്തിനാണ് അങ്ങനെ മറ്റുള്ളവരെ വീഡിയോ എടുത്ത് അവരെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, അവരെന്നെ പറയുന്നുണ്ട് അവരെ കണ്ടൻറ്റ് മറ്റുള്ളവരെ വീഡിയോ എടുത്തിട്ടുള്ള ചെയ്യുന്നതാണ് എന്നവർ പറയുന്നുണ്ട്. പക്ഷെ ഓക്കെ, എന്നാലും അത് അവർക്ക് വീഡിയോ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് അവർ മറ്റുള്ളവരുടെ അടുത്ത് ചെയ്യുന്നതെന്ന് കരുതിയാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അവരങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. കാരണം അവർക്ക് കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമ്മളെ മക്കളെ കയ്യിലേക്ക് വലിച്ചിട്ട് മക്കളെയൊക്കെ ഓരോന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമാണ് തോന്നുന്നത്. കാരണം മക്കൾക്കിപ്പോൾ അസുഖം ഉണ്ടെന്ന് ഒരു തള്ളാരും കള്ളം പറയില്ല. കാരണം നമ്മളിപ്പോൾ ഇന്ന് എൻ്റെ കുട്ടിക്ക് അസുഖമാണെന്ന് കള്ളം പറഞ്ഞിട്ട് നാളെ പെട്ടെന്ന് തന്നെ അള്ളാഹ്ക്ക് തരാനോ പ്രയാസം ഒന്നുമില്ലല്ലേ, നിഷ്പ്രയാസം കൊണ്ട് തന്നെ നമുക്ക് തരാൻ കഴിയും. കാരണം നമ്മൾ കളവ് പറഞ്ഞ കാര്യം അത് സത്യമാക്കാൻ അതിനത്ര സമയമൊന്നും വേണ്ട പഠിച്ചോന്. പിന്നെ വെച്ചാൽ മക്കൾക്ക് സുഖമില്ല എന്നും പറഞ്ഞ് കളവ് പറഞ്ഞാനൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിട്ട് നമുക്കൊന്നും നേടാനും പറ്റില്ല. കാരണം എനിക്ക് എൻ്റെ സാഹചര്യം കണ്ടീഷനും മോശമായതുകൊണ്ടാണ് ഞാൻ അന്ന് എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ അത് അന്നത്തെ വീഡിയോ അത് നമ്മൾ ചെയ്തതിന് ശേഷം ഇപ്പോഴും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, നമ്മളെ സഹായിക്കുന്നവർ. മക്കൾക്ക് അത് വാങ്ങിക്കൊടുക്കുക, ഇത് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ ചെയ്തു തരുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അത് നമ്മൾ ആൾക്കാരെടുത്ത്, നമ്മൾ ജനങ്ങളെടുത്ത് നമ്മളെ നിൽപ്പ് അതുകൊണ്ട് ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോഴും നമ്മൾ പിന്നെ അത് തരണം ഇത് തരണമെന്നോ അത് ചെയ്ത് തരി ഇത് ചെയ്ത് തരി എന്നൊന്നും പറഞ്ഞു ഒരു വീഡിയോ ചെയ്യുന്നില്ല. ഞാൻ അന്ന് ആ ഒരു വീഡിയോ ചെയ്ത് അത് അന്നത്തോടു കൂടി കഴിഞ്ഞൊരു കേസ് കെട്ടാണ്. പക്ഷേ ഇപ്പോഴും അത് കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ താത്തമാർ തന്നെയാണ് കുത്തി പൊക്കി കൊണ്ടുവരിക. കാരണം അവർക്ക് വേറൊന്നും ഇടാനില്ലാത്തതുകൊണ്ട് തന്നെ കണ്ടൻറ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ വീഡിയോ എടുത്ത് കണ്ടൻറ് ചെയ്ത് കൊണ്ടുവരികയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു പറയുന്നുണ്ട് എനിക്ക് 2 മക്കളാണെന്ന്. എനിക്കൊരിക്കലും 2 മക്കളല്ല, എനിക്ക് 3 മക്കൾ ഇപ്പം അള്ള എത്തിച്ചിട്ട് ഉണ്ട്. കാരണം ഒരു മോനും ഉണ്ട്, 2 മോളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പറയണം. കാരണം മക്കളൊന്നും എണ്ണം കുറയ്ക്കരുത്. കാരണം നമുക്കൊരു മക്കളെണ്ണം കുറഞ്ഞാൽ അത് സഹിക്കില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അതൊന്നും എണ്ണം കുറയ്ക്കാതെ പറയണം. നിങ്ങൾ ഏതായാലും നമ്മളെ കുത്തിപ്പൊക്കി വീഡിയോ ചെയ്യല്ലേ,
പക്ഷേ മക്കളെ തൊട്ട് കളിക്കരുത്. ചെറിയ മക്കളാണ്, ഒരു 2 വയസ്സ് 3 വയസ്സ് എന്ന് പറഞ്ഞോണം കുഞ്ഞു മക്കളാണ്. ഓരെ തൊട്ട് കളിക്കരുത്. അത് നമുക്ക് സഹിക്കൂല. എന്താ പറയുക, നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളി, എനിക്കൊരു വിഷയവുമില്ല. നിങ്ങൾക്ക് ആവുന്നോണം നിങ്ങൾ പറഞ്ഞോളി, നമുക്ക് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ അതിലേക്ക് നമ്മൾ ചെറിയ മക്കളെ വലിച്ചിടരുത്. നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് കണ്ടൻറ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും ഉണ്ടാക്കുക. അതിൽ പൊടിമക്കളെ കൊണ്ടുവന്നിട്ടുള്ള കണ്ടൻറ്റുമായിട്ട് നിങ്ങൾ വരാൻ നിൽക്കരുത്. പിന്നെയെന്ന് വെച്ചാൽ മക്കൾക്ക് അസുഖം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഡോക്ടർമാർക്കും അറിയാം. അതിൻ്റെ ഡോക്ടർമാരെ കാണിച്ച് അതിൻ്റെ കടലാസും കാര്യങ്ങളും നമ്മളെ കയ്യിലുള്ളതുമാണ്. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോടൊന്നും നേടാനൊന്നുമില്ല. രോഗമാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടിപ്പോൾ അള്ള വേറെ ഇപ്പുറത്തുനിന്നൊന്നും തരുമൊന്നുമില്ലല്ലോ. പിന്നെ അത്രയ്ക്ക് നിങ്ങൾക്ക് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോരി, എൻ്റെ അടുത്തേക്ക് പോരി, ഞാൻ തരാം തെളിവും കാര്യങ്ങളൊക്കെ. എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ മക്കൾക്ക് അസുഖമുണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ ഒക്കെ തെളിവും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ബോധിപ്പിച്ച് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോരി, ബോധിപ്പിച്ച് ഞാൻ തരും. കാരണം നമുക്കങ്ങനെ കളവ് പറഞ്ഞിട്ടൊന്നും നേടണ്ട. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഞാൻ എൻ്റെ മക്കളെ കാണിക്കുന്നത്. ഒരവിടെ നിന്നാണ് ജനിച്ചതും, അവരവിടെയാണ് കാണിക്കുന്നതും. ചെക്കപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ നിന്ന് തന്നെ. നമ്മൾ പുറത്തുനിന്ന് പോലും പൈസ കൊടുത്തിട്ട് ഒന്നും ചെയ്യിക്കുന്നില്ല. ഒക്കെ അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. കാരണം ഏതൊരു വിധ ആൾക്കാർ ഒട്ടുമിക്ക സാമ്പത്തികം ഇല്ലാത്തവരും ഇനി ഉള്ളവരും ആണെങ്കിലും ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിപ്പെടുന്നത് ഈ മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ്. നമുക്ക് ഇന്ന തുടക്കത്തിലും ലാസ്റ്റ് ഘട്ടത്തിലും ഒക്കെ എത്തിച്ചേരാൻ അവിടെ തന്നെ ആയതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ അവിടെ തന്നെയാണ് കുട്ടികളെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് അസുഖം വന്നാലും നമ്മൾ അവിടെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമുള്ള ആൾക്കാരാണ് ഇത് കളവാണെന്ന് ആൾക്കാർക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള തെളിവും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. നിങ്ങൾ നേരിട്ട് വന്നോളി, എൻ്റെ കയ്യിൽ അതിൻ്റെ കള്ളാസും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ഡൗട്ടാണെങ്കിൽ നിങ്ങൾ പോരി, ഡോക്ടറെ അടുത്ത് പോയിട്ട് നമുക്ക് നേരിട്ട് തന്നെ നിങ്ങൾ ചോദിച്ചോളി. അപ്പോൾ നുണ പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തെന്ന് പറയണ്ടല്ലോ. ഡോക്ടറെ അടുത്ത് തന്നെ പോയിട്ട് നിങ്ങൾ അന്വേഷിച്ചോളി. എന്തിനാണ് മക്കളൊക്കെ വെച്ച് ഞാനിങ്ങനെയൊക്കെ പറയുന്നത്? വീഡിയോ ചെയ്യാൻ കണ്ടൻറ് ഇല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടാക്കി വീഡിയോ ചെയ്യാം. മറ്റുള്ളവരെ ഞാനെന്ന് വെച്ചാൽ ഒരാളെ ഇവത്ത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാളെ മോശം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു വീഡിയോയും ചെയ്യുന്നില്ല. എനിക്ക് എന്തെങ്കിലും വീഡിയോ ഒന്ന് ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനന്ന് വീഡിയോ ചെയ്യാറെന്നല്ല. എന്തെങ്കിലും കണ്ടൻറ് കിട്ടിയാൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യലുള്ളൂ. ഞാനൊരു വീഡിയോ കണ്ടൻറ് ഒരാളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടോ? അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ വീഡിയോ നമ്മളുടെ അടുത്ത് ചെയ്യുന്നതിനെ കൊണ്ട് യാതൊരു പരാതിയുമില്ല. അതിൽ ഞാനും പിന്നെ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവന്നോളൂ, ഈ ഒരു വിഷയമില്ല. പക്ഷേ അതിലേക്ക് മക്കളെ വലിച്ചിടരുത്. എൻ്റെ മക്കളെങ്ങനെയോ ജീവിച്ചോട്ടെ. കാരണം ചിലപ്പോൾ ഇനിയിപ്പം നമ്മളെ സ്ഥിതി കണ്ടിട്ട് നമ്മളെ സഹായിക്കാൻ ഒത്തിരി പേരുണ്ടാവും. അത് കണ്ട് നിങ്ങൾ കുശുമ്പുത്തിയിട്ട് കാര്യമില്ല. അത് പഠിച്ചോനും പിന്നെ ഞാനുമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നെപ്പോൾ ഒരാൾ സഹായിക്കുന്നുണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അത്ര വലിയ കണ്ണുകടി? കാരണം എൻ്റെ അവസ്ഥ മനസ്സിലാക്കി സഹായിക്കുന്നവരാണ്. പക്ഷേ ഈ കുറ്റം പറഞ്ഞ് ഒരാൾ പോലും നമുക്ക് 1 രൂപ തന്ന് സഹായിക്കുന്നില്ല. ഈ സഹായിച്ച ആൾക്കാർക്ക് നമ്മളെ അടുത്തൊരു കുറ്റങ്ങളും അവർ കാണുന്നില്ല. അവരിപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ ചെയ്യാത്ത 1 രൂപ പോലും ചെയ്യാത്ത നിങ്ങൾക്കല്ലേ ഇത്രയും വലിയ കണ്ണുകടി? ആദ്യം നിങ്ങൾ 1 ഉറുപ്പ്യ ഒരു മനുഷ്യന് കൊടുത്ത് സഹായിക്കാൻ പഠിക്കുക. ഇല്ലെങ്കിൽ സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കില്ലെങ്കിൽ വാക്കുകൊണ്ടെങ്കിലും ഒരാൾക്ക് നല്ല ചെയ്യാൻ നോക്ക്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല നോക്കണ്ടേ. ഇന്നെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ നിങ്ങളെ കയ്യിലുള്ളത് എനിക്ക് വേണം, അല്ലെ ഇത് തരണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ട് ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് എന്നെ സഹായിച്ചത്. സഹായിക്കാൻ പറ്റാത്ത നിങ്ങളൊന്നും ഈ ഒരു വർത്തമാനം പറഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ഞാൻ അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതൊക്കെ 2 മാസം മുമ്പേ കഴിഞ്ഞു പോയതാണ്. ഇപ്പം അത് കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? ഇപ്പോഴും ആൾക്കാർ സഹായിക്കുന്നുണ്ട്. ഞാനങ്ങനെ വീഡിയോ ചെയ്തിട്ടല്ലല്ലോ സഹായിക്കുന്നത്. അവരൊക്കെ നമ്മളെ മനസ്സിലാക്കിയിട്ടാണ് സഹായിക്കുന്നത്. ഇപ്പോൾ റമളാനാണ് വരുന്നത്. നമ്മളാരോടോ പറഞ്ഞോ, നമ്മൾ ഒരു മനുഷ്യന് ചിരിച്ചും കളിച്ചും നടക്കുന്നുണ്ട് വിചാരിച്ച് ആ മനുഷ്യന് സങ്കടമില്ലാന്നോ അല്ലെങ്കിൽ ഓനെപ്പോഴും സന്തോഷത്തിലാണോ എന്ന് വിചാരിക്കരുത്. കാരണം നമ്മളെ വിഷമം നമ്മളെ ഉള്ളിലാണ് ഉണ്ടാവുക. അല്ലാണ്ട് 4 ആളെ എപ്പോഴും അറിയിക്കാൻ പറ്റുമോ? നമുക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴേ നമ്മളെ ജനങ്ങളെ അറിയിക്കുള്ളൂ, അല്ലെ പുറത്ത് ആരെ തന്നെ ആണെങ്കിലും നമ്മളത് അറിയിക്കുള്ളൂ. അപ്പോൾ കുത്തി ദ്രോഹിക്കാണ്ടിരിക്കുക. ഇങ്ങനെ എപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രതികരിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കാൻ വരുന്നത്? കുറേയൊക്കെ പിന്നെന്താ പറയുക, അളമുട്ടിയ പാമ്പും കടിക്കുമെന്ന് പറയല്ല, അതേമാതിരി കുറേയൊക്കെ ചവിട്ടിയിട്ടും ചിലപ്പോൾ തിരിച്ച് ചവിട്ടാണ്ടിരിക്കാനുള്ളൊരു സാഹചര്യം ആയിരിക്കില്ല. കുറേയൊക്കെ ചവിട്ട് കൊള്ളുമ്പോൾ ചിലപ്പോൾ തിരിച്ചൊരു ചവിട്ടൊക്കെ തന്നു നിൽക്കും. സ്വാഭാവികമാണത്. അതുകൊണ്ട് മാന്യമായിട്ട് വീഡിയോ ഇട്ടിട്ട്
നിങ്ങളെ കാര്യം നോക്കിക്കോളി. നമ്മൾ നിങ്ങളെ വീഡിയോയിലേക്ക് വന്നിട്ട് അതിന് വേറൊരു വിപരീതമായിട്ടൊരു വീഡിയോ ചെയ്യാൻ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്ക് എതിരായിട്ട് ഇന്ന ചാനലുകാർ ഇന്ന പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വരുന്നില്ല, അതൊട്ട് ചെയ്യൂല. നിങ്ങളെ പേര് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന ചാനലുകാരെ നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടെന്ന് ഒരിക്കലും പറയൂല. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടാൻ നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. നിങ്ങളെ പേര് പറഞ്ഞിട്ട് നമ്മളൊരു ഇന്ന ചാനലുകാരെ പേര് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോയിലിടൂല. കാരണം ഞാനും മനുഷ്യനാണ്, ചോറ കഴിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യാനും നിൽക്കണ്ട. നിങ്ങളെ പേരും പറഞ്ഞിട്ട് കാരണം നിങ്ങളെ ഒരു ചാനലിൻ്റെ പേരും പറഞ്ഞ് ഞാൻ അതിലേക്ക് എടുത്തിട്ടിട്ട് ഇപ്പം നിങ്ങളെ അങ്ങനെ ചാനലിലേക്ക് കൊണ്ടുവരാനേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ വഴിക്ക് പോവുക, ഞാൻ എൻ്റെ വഴിക്കാണ് പോകുന്നത്. കാരണം ഞാൻ ഒരാൾക്ക് തടസ്സമായിട്ട് മുമ്പിൽ നിൽക്കണമില്ല, ആരെ ഉപദ്രവിക്കാനൊന്നും എൻ്റെ ചാനലിൽ കൂടെ വരുന്നില്ല. എൻ്റെ കണ്ടൻറ്റ്, എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ സന്തോഷങ്ങളുമാണ് വീഡിയോയിൽ വരുന്നത്. അപ്പോൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരാൾ സപ്പോർട്ട് ചെയ്താൽ മതി. അല്ലാതെ ഇങ്ങനെ വിമർശനമായിട്ട് ഇനി ഒരു വീഡിയോ ആരും ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്കും അതിൻ്റെതായ നടപടിക്രമങ്ങളിൽ ഞാനും പോകേണ്ടി വരും. കാരണം ഞാൻ ആരെയും വീഡിയോ എടുത്ത് ചെയ്യുന്നില്ല, ചെയ്യാനായിട്ട് വരുന്നുമില്ല. ദയവ് ചെയ്തിട്ട് ഉപദ്രവിക്കാണ്ടിരിക്കുക മാക്സിമം കഴിയുന്നതും. നിങ്ങളെ വീഡിയോ ആയിട്ട് മുമ്പോട്ട് പോവുക, ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ മക്കളെ ഇതിലേക്ക് വലിച്ചു കയറ്റരുത്. ചെറിയ മക്കളാണ്, ഓൽക്ക് അതിനുള്ള പക്വതയും പ്രായമൊന്നും ആയിട്ടില്ല. എന്താണെന്ന് പോലും അറിയില്ല. ഒരു പാമ്പ് ഇല പോവുകയാണെങ്കിൽ അതിനെടുക്കരുത് പോലും അറിയാത്ത മക്കളാണ്. അതുകൊണ്ട് മക്കളെ പേരും പറഞ്ഞൊന്നും ആരും കളിയാക്കാൻ നിൽക്കണ്ട. ഇന്നല്ല നാളെ എനിക്ക് വരുന്ന അതേ ഒരു സാഹചര്യം നിങ്ങളെ മുന്നിലും വരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പഠിച്ചവനാണ് ഏത് സമയവും എല്ലാവർക്കും ഒരുപോലെ തരാൻ പറ്റുന്ന കഴിവുള്ള ആളാണ് അതുപോലെ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ മുന്നിൽ കൈ നീട്ടിയ മാതിരി നാളെ നിങ്ങൾക്കും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരരുതെന്നാണ് നമ്മൾ പ്രാർത്ഥന. പക്ഷേ വന്നാൽ തീർച്ചയായിട്ടും അത് ജനങ്ങളെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്കും വരേണ്ടി വരും. കാരണം എത്ര കോടിക്കണക്കിന് സ്വത്തുണ്ടെന്ന് സാമ്പത്തികം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മളെ സാഹചര്യത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് ജനങ്ങളോട് ചോദിക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ ആരും എന്ത് ചെയ്യണ്ട, പരിഹസിക്കണ്ട. പഠിച്ചവനെ തരാൻ അതിനത്ര താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമ്മളെ കയ്യിലേക്ക് വരും. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അവനവൻ്റെ കണ്ടൻറ്റുമായിട്ട് എല്ലാവരും വീഡിയോ ചെയ്യുക. മറ്റുള്ളവരെ കണ്ടൻറ്റ് എടുത്തിട്ടിട്ട് അതിലേക്ക് ആരും എന്തില്ല കുത്തിത്തിരിപ്പുമായിട്ട് വരാൻ നിൽക്കരുത്. ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അസ്സലാമു അലൈക്കും.